ഹലോ എക്സാമിനർ CBSE ഫാമിലി. അപ്പോൾ മക്കളെ എല്ലാവരും ഇംഗ്ലീഷ് എക്സാം ഒക്കെ അടിച്ചു പൊളിച്ച് എഴുതി വന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം എക്സ്പീരിയൻസ്, എക്സാമിനർ ക്ലാസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് എത്രത്തോളം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അറിയിക്കുക. കുറേ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചു, അലൻ സാറിനൊക്കെ മെസ്സേജ് അയച്ചു, കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഇന്നത്തെ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിൽ വരെ കമൻറ്റ് ചെയ്യുകയുണ്ടായി. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണെങ്കിലും ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നന്നായിട്ട് പഠിച്ചവർക്ക് ഇംഗ്ലീഷ് എക്സാം നന്നായിട്ട് പോയിട്ടുണ്ടാവും. അത്രത്തോളം വന്നിട്ട് പഠിക്കാൻ പറ്റാത്തവർ ചിലപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ടോ പല കാരണങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പോയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്ന മാർക്കല്ല, അതിനേക്കാളും കൂടുതൽ മാർക്കൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. അത് എക്സാം റിസൾട്ട് കിട്ടിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ നമുക്ക് എന്താണ്, നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് മുന്നിലുള്ള കാര്യങ്ങൾ മാക്സിമം എന്താണ്, ഇനി മുന്നിലുള്ള പരീക്ഷകൾ മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ എന്നുള്ള ഒരൊറ്റ ഫോക്കസിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതിന് നമുക്ക് നെക്സ്റ്റ് മൈൽ സ്റ്റോൺ സയൻസ് എക്സാം തന്നെയാണ്. ആ സയൻസ് എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. കാരണം ടീം എക്സാമിനറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് CBSE ചാനലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് എക്സാമിനറിൻ്റെ ഈ CBSE ചാനലിലേക്ക് വരാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാനാണ് ഞാൻ ഈ ലൈവിൽ പറഞ്ഞുതരാൻ പോകുന്നത്. മക്കളെ, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ വി ആർ സ്റ്റാർട്ടിങ് ടുഡേ വിത്ത് ഫിസിക്സിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, ഓൾ 4 ചാപ്റ്റേഴ്സിൻ്റെ മാരത്തോൺ ലൈവ് ഇന്ന് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 നിങ്ങൾ വരേണ്ടത്. എല്ലാ ലൈവുകളും 7:30 ഉണ്ടാവും. വൈകുന്നേരം 7:30 നിങ്ങൾ വരുമ്പോൾ ഞാനുണ്ടാവും, ദിൽഷ മിസ് ഉണ്ടാവും. കംപ്ലീറ്റ് ഫിസിക്സ് ചാപ്റ്റേഴ്സ് ഒറ്റ ലൈവിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയായി വന്നാൽ അത് ഞങ്ങൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 7:30 വരുമ്പോൾ ബയോളജി ഫുൾ ചാപ്റ്റർ റിവിഷൻ, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. കെമിസ്ട്രി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 3 സെഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബേസിക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ കറക്റ്റായിട്ട് ഫുൾ തിയറി ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ആ ലൈവിൽ വന്നിരുന്നാൽ കറക്റ്റായിട്ടുള്ള തിയറി ഏറ്റവും ബെസ്റ്റ് രീതിയിൽ എന്താണ് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ബേസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസിക്സ് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിരിക്കണം. ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഫണ്ടമെൻ്റൽ കാര്യങ്ങളിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നെസസറിലി ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ 3 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷമുള്ള 2 ദിവസങ്ങൾ, എക്സാമിന് മുൻപുള്ള 2 ദിവസങ്ങൾ, തേഴ്സ്ഡേ നമ്മൾ 100 ഷുവർ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്ന 100 ഷുവർ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ 75 ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അതിൽ പല ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ബോർഡ് എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. അതുപോലെ ഈ പ്രാവശ്യം 100 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ തേഴ്സ്ഡേ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫ്രൈഡേ ഇറ്റ് വിൽ ബി ദ ഫൈനൽ മാരത്തോൺ. ഇത്ര ലൈവുകളാണ് നിങ്ങൾക്ക് വേണ്ടി എക്സാമിന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓരോ ലൈവും ഹൈ ക്വാളിറ്റി ലൈവ് ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓരോ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റും. സോ ഒരു ലൈവ് പോലും, ഒരു മിനിറ്റ് പോലും നിങ്ങൾ മിസ് ചെയ്യരുത് മക്കളെ. ഇത് കൂടാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്താണ് സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്? ഈ ലൈവുകൾ മാത്രം കണ്ടാൽ മതിയോ? പോരാ. നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം, ഈ 3 ദിവസങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ബേസിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ 3 ലൈവുകളിൽ വന്നിട്ട് എല്ലാ ബേസിക്സും, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ കവർ ചെയ്യണം. ഓൾറെഡി പഠിച്ചവരാണ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, ഒന്നും പഠിക്കാത്തവരാണ് വന്ന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വൈകുന്നേരം മാത്രമേ ലൈവുകളുള്ളൂ. രാവിലെ സമയം എന്ത് ചെയ്യുക, നിങ്ങൾ ആ നോട്ട്സ് റിവൈസ് ചെയ്യുക. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ സാർ ഞാൻ പ്രീവിയസ് ഇയറും കുറേ പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഗൈഡിൽ നിന്നും ബുക്സിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്കാണ് NCERT എക്സംപ്ലാറിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. എങ്കിലും നിങ്ങൾ പറയുകയാണ്, നമ്മുടെ ലൈവിൽ വന്നാൽ ഞാൻ 100 ഷുവർ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. എങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ ആർക്കാണ് ഗുണം? നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കീപ് റിവൈസിങ്. അതായത് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇനി അങ്ങോട്ട് യു കാൺട്ട് അഫോർഡ് ടു ഫോർഗെറ്റ്. ഒരു ചോദ്യം പോലും നിങ്ങൾ ഈ 5 ദിവസങ്ങളിൽ പഠിക്കുന്ന ഒരു ചോദ്യം പോലും നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം ഇനി നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പഠിച്ചതിൻ്റെ കാര്യം? മനസ്സിലായില്ല? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചു, അത് ഉറപ്പാക്കണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുള്ളതിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക.
ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് അതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിനനുസരിച്ച് റിവിഷന് വേണ്ടി ഡെയിലി എക്സ്ട്രാ ടൈം ഓരോ ദിവസവും പഠിക്കുന്നുണ്ട്, അതിനെ റിവൈസ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ടൈം കണ്ടെത്തണം. ഈ രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്താൽ മക്കളെ സയൻസ് എക്സാമിൽ എക്സാമിനറിൻ്റെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടാമോ എന്നുള്ള കാര്യം എക്സാമിനർ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അതാണ് എക്സാമിനറിൻ്റെ കോൺഫിഡൻസ്. ഈ ഒരു കോൺഫിഡൻസിലായിരിക്കണം ഇനി അങ്ങോട്ട് 5 ദിവസം നമ്മൾ പഠിക്കാൻ പോകേണ്ടത്. ഒരു രീതിയിലും നിങ്ങൾ തളരരുത്. കഴിഞ്ഞു പോയ പരീക്ഷകൾ ചിലപ്പോൾ നിങ്ങളെ മോശമായിട്ട് എഫക്ട് ചെയ്തതിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ചാൻസ് ഉണ്ട്, ജസ്റ്റ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. സോ ഫൈറ്റ് ചെയ്യാം മക്കളെ, നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എക്സാമിനർ ഉണ്ടാവുന്നതായിരിക്കും. വൈകുന്നേരം 7:30 നമുക്ക് കാണാൻ പോകുന്നവരെല്ലാവരും സർ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മക്കളെ, എല്ലാവരും കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്, നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ +1 ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കണമെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഇയർ +1 CBSE ബാച്ചസ്, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നീറ്റിൻ്റെ ബാച്ച് ആയിക്കോട്ടെ, ജെയിൻ്റെ ബാച്ച് ആയിക്കോട്ടെ, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് വെച്ചോളൂ മക്കളെ. കാരണം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ സ്റ്റഡി മീറ്ററിലൊക്കെ +1ൻ്റെ സയൻസ് ബാച്ചിനും കൊമേഴ്സ് ബാച്ചിനും സ്റ്റഡി മീറ്ററിൽ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. സോ അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എക്സാമിനറുടെ കൂടിയാണ് ഓൺലൈൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതുകൂടാതെ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിൽ 2 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ പഠിച്ച് നീറ്റ് എക്സാമൊക്കെ ഏറ്റവും ബെസ്റ്റ് റാങ്കോടുകൂടി ക്രാക്ക് ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അതിന് വേണ്ടിയുള്ള ബാച്ച് ഉണ്ട്. കിടിലൻ ബാച്ച് ആയിരിക്കും മക്കളെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, താഴെ നമ്പർ വാട്സപ്പ് ചെയ്യുക. വൈകുന്നേരം 7:30 കാണാം. സ്റ്റേ ട്യൂൺ.